തുറവൂരിൽ നിന്നുള്ളൊരു സങ്കടകരമായ വാർത്തയാണ് വരാറുള്ളത്. പ്രസാദ് കൃഷ്ണൻകുട്ടി തരുന്നൊരു വാർത്തയാണ്. ഒരു വയോധികയെ അവരൊരു വല്ലാത്ത അവസ്ഥയാണ്, സങ്കടകരമായ വാർത്തയാണ്. കണ്ടു നോക്കുക. പ്രസാദ് കൃഷ്ണൻകുട്ടിയാണ്. കുറ്റിത്തോട് പഞ്ചായത്ത് 12-ാം വാർഡിൽ 3 സെന്റ് സ്ഥലത്താണ് രത്നമ്മ താമസിച്ചിരുന്നത്. ഭർത്താവ് ത്രിവിക്രമൻ നായർ 3 വർഷം മുമ്പ് മരിച്ചു. തുടർന്ന് രത്നമ്മ തനിച്ചാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രത്നമ്മയെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഔദ്യോഗികമായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ വീട്ടിൽ നിന്നും മാറാൻ രത്നമ്മ കൂട്ടാക്കിയില്ല. വ്യാഴാഴ്ച രാവിലെ 10:30 രത്നമ്മയുടെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, സാമൂഹ്യനീതി വകുപ്പ്, പോലീസ്, സ്പെഷ്യൽ തഹസിൽദാർ, ഡോക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ എത്തി. തുടർന്ന് അയൽവക്കക്കാരുടെ സഹായത്തോടെ അത്യാവശ്യ ചികിത്സയ്ക്ക് എന്ന് ധരിപ്പിച്ചാണ് ആംബുലൻസിൽ രത്നത്തിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കൂടെ അയൽക്കാരും ആംബുലൻസിൽ കയറി. എന്നാൽ റെയിൽവേ ഏറ്റെടുത്ത സ്ഥലത്തിന് നൽകിയ തുക രത്നത്തിന് ഇതുവരെ കിട്ടിയില്ല എന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇപ്പൊ റെയിൽവേ സ്ഥലം ഏറ്റെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് 10-30 ലക്ഷം രൂപയുടെ ഇവരുടെ പേർക്കുണ്ട്. ആ സാധനം പൈസ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. അത് കോടതി തന്നെ കെട്ടിവെച്ചേക്കുവാണ്. അപ്പൊ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇവര് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആരും ഈ അമ്മേനെ മാറ്റാനായിട്ട് ഇതുവരെ മുൻകൈ എടുത്തില്ല. അപ്പൊ ഇവർക്ക് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതാണ് ഇപ്പൊ അടിയന്തരമായിട്ട് പെട്ടെന്ന് ഇവരൊരു ഷെൽട്ടറിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ ഇപ്പോഴും അവർക്കറിയില്ല. റെയിൽവേ അനുവദിച്ച പേയ്മെന്റ് ഇതുവരെ 10 പൈസ ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. കോടതി തന്നെ കിടക്കുകയാണ്. കാര്യം ഇത് രേഖകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവര് ഇനി അടുത്ത നടപടിക്രമം പറഞ്ഞാൽ ഇവര് മറ്റേ ഒരു ഇതിലേക്ക് ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് മാറ്റാന്നുള്ള ഇതിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. വകുപ്പാണ് കൊണ്ടുപോകുന്നത്. രത്നത്തിന് നഷ്ടപരിഹാരമായി റെയിൽവേ നൽകിയ 30 ലക്ഷത്തോളം രൂപ കോടതിയിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം സാമൂഹ്യക്ഷേമ വകുപ്പ് രത്നത്തിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. ഓർമ്മക്കുറവും മറ്റുമുള്ള രത്നത്തിന് ഇനി തന്റെ സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനാവില്ല എന്ന സത്യം മറച്ചുവെച്ചാണ് അവരെ കൊണ്ടുപോയത്. ആരോരുമില്ലാത്ത ഈ വയോധികയ്ക്ക് ഇനിയുള്ള ശിഷ്ടകാലം സുഖമായി ജീവിക്കാനുള്ള തുക കോടതിയിലുണ്ട്. പക്ഷേ ചുവപ്പ് നാടിൽ കുരുങ്ങി അത് എന്ന് കിട്ടും എന്നതിൽ വ്യക്തതയില്ല. തുറവിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി. തുറവിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി WNS വേണ്ടി പകർത്തിയ വാർത്തയാണിത്. വളരെ സങ്കടകരമായ വാർത്തയാണ്. നിങ്ങളുടെ നാട്ടിലും സങ്കടകരമല്ലാത്തതും സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടാകും. WNS അയച്ചു തരിക, പബ്ലിഷ് ചെയ്യുക. ഓക്കെ.